ഒരു ദേശത്തിൻ്റെ സർവ്വ ഐശ്വര്യങ്ങൾക്കും കാരണഭൂതനായിട്ടൊരു കൊമ്പൻ, ഗജരാജലക്ഷണങ്ങളിൽ പലതും ഒത്തിണങ്ങിയവൻ, വയലൂർ ദേവസ്വം പരമേശ്വരൻ. കർണാടക അതിർത്തിയിലെ വനമേഖലയിൽ നിന്നും വയലൂർ മഹാദേവനു വേണ്ടി പിറവിയെടുത്ത ജന്മം. ഈ നടത്തയിലും നോക്കിലും ഭാവങ്ങളിലുമെല്ലാം ഒരു താളമുണ്ട്, ശാന്തതയുണ്ട്. കാട്ടിനുള്ളിൽ കൂട്ടുകാർക്കൊപ്പം കളിച്ചും ചിരിച്ചും നടന്ന ഭൂതകാലത്തെ ഓർത്തുള്ള അരിശം കൊള്ളലൊന്നുമില്ല. എല്ലാവരോടും സ്നേഹം മാത്രം. ഒരു നാടിൻ്റെ മുഴുവൻ സ്നേഹവും ആദരവും ഇവൻ പിടിച്ചു വാങ്ങിയത് സ്വഭാവത്തിലെ ഈ സവിശേഷതകൾ കൊണ്ട് തന്നെ. സത്വലക്ഷണത്തിൽ പരാമർശിക്കുന്ന ദേവസത്വമാണ് ഇവനിൽ ആർക്കും കാണുവാൻ കഴിയുന്നത്. സുന്ദരൻ, തെളിഞ്ഞ വദനങ്ങൾ, കുട്ടിയാനയുടെ കൗതുകം ഭാവങ്ങളിൽ ഇപ്പോഴും തുടരുന്നു. കുയിലിനെ പോലുള്ള ചിഹ്നം വിളി, ഉത്സാഹം. തൃശ്ശൂർ ജില്ലയിലാണ് നെല്ലായി. നെല്ലായിയിൽ നിന്നും 1 കിലോമീറ്റർ സഞ്ചരിച്ചാൽ വയലൂർ മഹാദേവന്റെ സന്നിധിയിലെത്താം. അവിടെയാണ് സാക്ഷാൽ പരമേശ്വരൻ്റെ പ്രിയപ്പെട്ടവനായി ഈ പരമേശ്വരൻ നിൽക്കുന്നത്. ആരെയും ഒറ്റ നോട്ടത്തിൽ തന്നെ കീഴടക്കുന്ന തലപ്പൊക്കമാണ് ഇവനുള്ളത്. 18 നഖങ്ങളും വീണെടുത്ത കൊമ്പും. വാൽച്ചെവിയാണെന്ന് ഉറപ്പിച്ച് പറയാനാവില്ല, എന്നാലോ വട്ടച്ചെവിയുടെ പൂർണ്ണതയുമില്ല. ഇതിനിടയിലാണ് മനോഹരമായ ഈ ചെവികൾക്കുള്ള സ്ഥാനം. മുതുമല വനമേഖലയിൽ കാണുന്ന ആനകൾക്കുള്ള സവിശേഷമായ മദഗിരി ഇവനിലുമുണ്ട്. പിങ്ക് തെളിഞ്ഞു കാണുന്ന മദഗിരി ചരൽ വാരി എറിഞ്ഞതുപോലെ നീണ്ട തുമ്പിയും വാലും, നല്ല നടയമരങ്ങൾ. ഉയർന്ന മസ്തകവുമായി ഇവൻ അമ്പലത്തിനുള്ളിൽ നടക്കുമ്പോൾ അതൊരു ഐശ്വര്യം തന്നെയാണ്. ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഐശ്വര്യം എന്ന് പറയുന്നത് ഒരു ഭംഗിവാക്കല്ല. ഇവൻ്റെ വരവിന് ശേഷം അമ്പലത്തിനും നാടിനും ഐശ്വര്യങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. വയലൂർ ദേവസ്വം ക്ഷേത്രത്തിലേക്ക് ഒരാനയെ വാങ്ങണമെന്ന് വളരെ നാളുകൾക്ക് മുന്നേ ആഗ്രഹിച്ചിരുന്നു. സത്യത്തിൽ അതൊരു സ്വപ്നമായിരുന്നു. നാട്ടുകാരുടെയും അതിനുവേണ്ടി നല്ലവരായ നാട്ടുകാരിൽ നിന്നും ഫണ്ട് പിരിവ് നടത്തി. ഏറെ നാൾ കാത്തിരുന്നിട്ടും ആനകളെ ഒന്നും കിട്ടിയില്ല. പലവിധ തടസ്സങ്ങളുമുണ്ടായിരുന്നു. തടസ്സങ്ങൾക്കൊന്നും തന്നെ ആഗ്രഹത്തിൻ്റെ തീവ്രതയെ കെടുത്തുവാനായില്ല. അങ്ങനെ തുടരവെയാണ് കല്ലേറ്റിൻകര പി പത്മനാഭ ശർമ്മയും നെല്ലായി പാട്ടത്തിൽ രാമൻ നായരും കൂടി അമ്പലത്തിൽ ഒരാനയെ നടക്കിരുത്തുവാൻ തീരുമാനിക്കുന്നത്. അവർ ആ വിവരം ക്ഷേത്ര കമ്മിറ്റിക്ക് മുന്നിൽ അവതരിപ്പിച്ചു. കാത്തിരുന്നവർക്ക് മുന്നിൽ ആ ആഗ്രഹം കുളിർമഴ പെയ്യിക്കുക തന്നെ ചെയ്തു. ബന്ധുക്കളായ അവർ ക്ഷേത്ര കമ്മിറ്റിയുടെ അനുവാദവും വാങ്ങി നേരെ പോയത് കേരളത്തിലെ അറിയപ്പെടുന്ന ആനപ്രേമിയും അക്കാലത്ത് 5 ആനകളുടെ ഉടമയുമായിരുന്ന അഡ്വക്കേറ്റ് അരുൺകുമാറിൻ്റെ അടുത്തേക്കാണ്. അരുൺകുമാർ ആനകളെ വെറും കച്ചവടച്ചരക്കായി മാത്രം കാണുന്ന ആനമുതലാളിയല്ല. അവയെ സ്നേഹപൂർവ്വം പരിചരിക്കുകയും ആനമുതലാളിമാരുടെ സംഘടന രൂപീകരിക്കുവാൻ നേതൃത്വം നൽകുകയും ഒക്കെ ചെയ്ത ആളാണ്. പത്മനാഭ ശർമ്മയുടെയും രാമൻ നായരുടെയും ആഗമനോദ്ദേശം കേട്ട അരുൺകുമാറിന് ഒട്ടും താല്പര്യം തോന്നിയില്ല. 5 ആനകളിൽ ഒരാനയെയും ഇപ്പോൾ കൊടുക്കുവാൻ താല്പര്യമില്ലെന്ന് തന്നെ തീർത്തു പറഞ്ഞു. എന്നാൽ പത്മനാഭ ശർമ്മയും രാമൻ നായരും അത് കേട്ട ഉടനെ മടങ്ങുവാനുള്ള ഭാവവുമില്ലായിരുന്നു. ഒരു പകൽ മുഴുവൻ അവർ അവിടെ കുത്തിയിരുന്നു. 5 പേരിൽ ഒരാളെയും കൊണ്ടേ നാട്ടിലേക്ക് മടക്കമുള്ളൂ എന്നവർ തീരുമാനിച്ചിരുന്നു. അതിൽ തന്നെ അല്പം കുറുമ്പും ഉത്സാഹവുമായി നിൽക്കുന്ന ഒരു കുട്ടിയാനയിൽ അവരുടെ ശ്രദ്ധ കൂടുതൽ പതിയുന്നുണ്ടായിരുന്നു. ഏറെ നേരം ഒഴിവാക്കുവാൻ പലതും പറഞ്ഞ അഡ്വക്കേറ്റ് അരുൺകുമാർ ഒടുവിൽ പകുതി മനസ്സോടെ ഒരു ആനയെ നൽകാമെന്നായി. ദേവസ്വത്തിലേക്കെന്ന് കേട്ടപ്പോൾ ഉണ്ടായ ഒരു ചെറിയ അലിവായിരുന്നു അത്. അരുൺകുമാർ അങ്ങനെ ഒന്ന് അയഞ്ഞപ്പോൾ പത്മനാഭ ശർമ്മയും രാമൻ നായരും ഒന്ന് മുറുകി. ഒരാനയെ തരാമെന്ന് സമ്മതിച്ചെങ്കിൽ അത് ആ കൂട്ടത്തിലുള്ള ഒരു കുസൃതിയെ തന്നെ വേണമെന്നായി. ആ കൊച്ചു കുറുമ്പൻ പരമേശ്വരനായിരുന്നു. ഇത്തവണ ശരിക്കും വെട്ടിലായത് അഡ്വക്കേറ്റ് അരുൺകുമാർ തന്നെ. കൊടുക്കാമെന്ന് ഏറ്റും പോയി. കൂട്ടത്തിലെ മിടുക്കനെയാണ് ഇവർ ആവശ്യപ്പെടുന്നത്. തികച്ചും ധർമ്മസങ്കടത്തിലായ അരുൺകുമാർ ഒടുവിൽ ഇവനെ വയലൂർ ദേശക്കാർക്കായി കൈമാറി. അന്നിവൻ്റെ പേര് അരുൺ അയ്യപ്പദാസ് എന്നായിരുന്നു. പ്രായം മധുര 17.
ആർക്കായാലും ആ പ്രായത്തിൽ സർവ്വ ഐശ്വര്യങ്ങളോടും കൂടി നിൽക്കുന്ന ഒരു ആനയെ കൈമാറുവാൻ വിഷമമുണ്ടാകും. അഡ്വക്കേറ്റ് അരുൺ ഇവന് 12 വയസ്സുള്ളപ്പോഴാണ് കുഴിത്തോട്ടിൽ ജോയി എന്ന വ്യവസായിയിൽ നിന്ന് മോഹവില പറഞ്ഞു വാങ്ങുന്നത്. അക്കാലത്ത് തന്നെ നല്ല ഇണക്കമുള്ള കുട്ടിയാനയായിരുന്നു ഇവൻ. അഡ്വക്കേറ്റ് അരുൺ ഇവനെ ചട്ടങ്ങൾ പഠിപ്പിക്കുകയും ആവശ്യത്തിലേറെ ലാളിച്ചു വളർത്തുകയും ചെയ്തു. നല്ലൊരു പണിക്കാരൻ കൂടിയായിരുന്നു അരുൺ അയ്യപ്പദാസ്. അമ്പലവാസിയായതോടെ ആ പണിയൊക്കെ അവസാനിപ്പിച്ചു.